2026 കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ 7,000 രൂപ ഗ്രൗണ്ടിന് ദിവസവാടക തരാമെന്ന് പറഞ്ഞ ആളിന് ഗ്രൗണ്ട് കൊടുക്കാമെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി തത്വത്തിൽ തീരുമാനമെടുക്കുകയും എടുത്തതിന് ശേഷം ഏപ്രിൽ 13-ാം തീയതി 2 ആപ്ലിക്കേഷൻ വരികയുണ്ടായി. അത് ഓൺലൈൻ വഴി വന്ന 2 ആപ്ലിക്കേഷനാണ്. ആ 2 ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഗ്രൗണ്ട് അനുവദിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ മറ്റൊരു ആൾക്ക് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കാം എന്ന് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ആ ദിവസങ്ങളിൽ ഗ്രൗണ്ട് തരാൻ നിവൃത്തിയില്ല എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയുണ്ടായി. ആ അപേക്ഷകളിൽ അവരെ എത്ര രൂപ ഗ്രൗണ്ടിന് തരുമെന്നുള്ള കാര്യവും അവർ പറഞ്ഞിരുന്നില്ല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ ഒരാൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം നമുക്കത് മാറ്റുന്നത് ശരിയായ നടപടിയല്ല. എങ്കിലും എഗ്രിമെൻറ്റ് വെച്ചിരുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാമായിരുന്നു. പക്ഷെ അവർ കൂടുതൽ വാടക പറഞ്ഞിട്ടില്ല. ഇനി അവർ പറയുകയാണ് ഞങ്ങൾ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ വാടകയ്ക്ക് ഞങ്ങൾ ഗ്രൗണ്ട് എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് അപേക്ഷ വെച്ചിരുന്നത് എങ്കിൽ നമ്മൾ അത് കൗൺസിൽ യോഗത്തിൽ പറയുമായിരുന്നു. എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്നില്ല. നമുക്ക് ആ അപേക്ഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രൗണ്ടിൻ്റെ വാടക 5,000 രൂപ തരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ്. 5,000 രൂപയ്ക്ക് ഗ്രൗണ്ട് അനുവദിക്കണമെന്ന് എന്നുള്ള നിലയിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് കൗൺസിലിൽ കൊണ്ടുവരാതിരുന്നത്. അപ്പോൾ ആ ഒരു അപേക്ഷ പരിഗണിക്കാതിരുന്നത് നമുക്ക് ഏതാണ്ട് നഷ്ടം വരുത്തി എന്നുള്ള നിലയിൽ അങ്ങനെയാണെങ്കിൽ അപേക്ഷകർ ഇത്ര രൂപ വെച്ച് നമുക്ക് തരുമെന്ന് പറയണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്രമപ്രകാരമാണ് ഗ്രൗണ്ട് നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. ഫെസ്റ്റിന് വേണ്ടി ഗ്രൗണ്ട് അനുവദിച്ചതിൽ നഗരസഭയ്ക്ക് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. സമയം കഴിഞ്ഞ് നമുക്ക് ലഭിച്ച അപേക്ഷകൾ അത് പരിഗണിക്കാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നില്ല. അതാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും പ്രതിപക്ഷം അടിയന്തര കൗൺസിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ കൗൺസിൽ യോഗത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു എങ്കിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ ബോധ്യപ്പെടുന്നതിന് ഒരു അന്വേഷണത്തെ എതിർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ നിലപാട്. അതുകൊണ്ട് അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് അനുവദിച്ചതിൽ ക്രമക്കേട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിക്കുന്നതിന് ഏകകണ്ഠമായി തീരുമാനിച്ചാണ് യോഗം അവസാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിന് വേണ്ടി തീരുമാനമെടുത്തതോടുകൂടി വാസ്തവത്തിൽ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പിന്നെ വിവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിവാദങ്ങളാണ്. ഇതൊന്നും യാതൊരു അടിസ്ഥാനവുമുള്ള കാര്യമല്ല. എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, അതായത് ഗ്രൗണ്ട് അനുവദിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് തീരുമാനിച്ചതിന് ശേഷം പിന്നെ വിവാദങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബൂട്ട്സ് ആൻഡ് ബക്കിൾസ് ബാക്ക് ടു സ്കൂൾ ഓഫർ. സ്കൂൾ ബാഗ്സ്, ഷൂസ്, അംബ്രല്ല തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടതെല്ലാം 5 to 70% ഓഫിൽ. പുതിയ ട്രെൻഡിലുള്ള സ്കൂൾ ബാഗുകൾ, ഫേമസ് ബ്രാൻഡുകളുടെ അംബ്രല്ലാസ്, യൂണിഫോം ഷൂസ്, ലഞ്ച് ബോക്സ് ആൻഡ് ബാഗ്സ്, വാട്ടർ ബോട്ടിൽസ്, ഫുട്വെയർ ആൻഡ് ബാഗ്സിന്റെ ഏറ്റവും വലിയ AC ഷോറൂം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ് സന്ദർശിക്കൂ. ഏറ്റവും മികച്ച ഓഫറിൽ സ്കൂൾ ബാഗുകൾ, കുടകൾ, യൂണിഫോംസ് എന്നിവ സ്വന്തമാക്കൂ. ആംപിൾ കാർ പാർക്കിംഗ് സൗകര്യം. ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.